പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ, ലാസറിനെ ഉയർപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ആമേൻ ഹല്ലേലൂയ. ലാസറിനെ ഉയർപ്പിച്ചു, ലാസറെ പുറത്തു വരിക. ആ ഒറ്റ ശബ്ദത്തിനകത്ത് ലാസർ പുറത്തു വന്നു. ഹല്ലേലൂയ. കാരണം ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് ഈ ലോകത്തെ വിളിച്ചു വരുത്തിയ ദൈവം. പ്രപഞ്ചമുണ്ടാകട്ടെ, ആമേൻ ഹല്ലേലൂയ, വെളിച്ചമുണ്ടാകട്ടെ, ഇരുളുണ്ടാകട്ടെ, ആമേൻ ഹല്ലേലൂയ, സകല സസ്യങ്ങൾ, മൃഗങ്ങൾ, ഇഴജാതികൾ സകലതും ഉണ്ടാകട്ടെ എന്ന് ഒറ്റ വാക്കിനാൽ പറഞ്ഞപ്പോൾ സകലതും ഉളവായി വന്ന ആമേൻ ഹല്ലേലൂയ ഒരു കാഴ്ച നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ലാസറിന്റെ കല്ലറയുടെ മുന്നിൽ വന്ന് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. മുന്നോട്ട് നോക്കി, പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറണം. കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പിതാവിനോട് ചോദിക്കുന്നൊരു കാര്യം. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം. ആമേൻ ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം ദൈവത്തിനടുത്ത് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അത്ഭുതങ്ങൾ നടന്നിരിക്കും. ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയേ, അത്ഭുതങ്ങൾ നടന്നിരിക്കും. അത് 100% ഉറപ്പാണ്. ഹല്ലേലൂയ. ഇവിടെ നോക്കണം, ഒരിക്കലും പുറത്തു വരുത്തില്ല, ഒരിക്കലും അവൻ ജീവനോടെ ഇനി പുറത്തു വരുത്തില്ല എന്ന് ലോകക്കാരും നാട്ടുകാരും കാഴ്ചക്കാരും ആമേൻ എന്തിനധികം പറയുന്നു, കർത്താവിന്റെ കൂടെ നടന്നവർ വരെ വിചാരിച്ചു കാണും. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളല്ല കർത്താവിന്റെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങളല്ല അവന്റെ വിചാരം. ഒരു നാളും പുറത്തു വരുത്തില്ല എന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ. നിങ്ങളിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു വരും. ആമേൻ. നിങ്ങളെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. സർവശക്തനായ ദൈവമാണ് നിങ്ങളെ കണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു വന്നിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആമേൻ ഹല്ലേലൂയ, നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിത യാത്രയിൽ ആമേൻ നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഓർത്തോ, നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്. ആമേൻ. നിങ്ങൾ പലയിടങ്ങളിലും നിങ്ങൾ റിജക്റ്റ് ആയവരാണോ? ഒരു പക്ഷേ ആമേൻ ഹല്ലേലൂയ, നിങ്ങൾക്ക് അർഹതയുള്ള സ്ഥാനത്ത് ആമേൻ നിങ്ങളെ കയറ്റി നിർത്താതെ മറ്റുള്ളവരെ കയറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം, ഇതിനപ്പുറം എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും, എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ ഹല്ലേലൂയ. നല്ലവണ്ണം ആമേൻ പാടുന്നവരുണ്ട്, നല്ലവണ്ണം പ്രസംഗിക്കുന്നവരുണ്ട്, നല്ലവണ്ണം ആമേൻ സുവിശേഷം പറയുന്നവരുണ്ട്. അവസരങ്ങൾ കൊടുക്കാതെ ആമേൻ മാറ്റി നിർത്തിയ എത്രയോ അനുഭവങ്ങൾ എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല ആമേൻ വിദ്യാഭ്യാസമുണ്ട്, ജോലിക്ക് അർഹനാണ്, എന്നാൽ നിങ്ങളെ മാറ്റി നിർത്തിയ എത്രയോ അവസരങ്ങളുണ്ട്. ആമേൻ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഒരു നാൾ നിങ്ങൾ പുറത്തു വരത്തില്ല. ഞാൻ പോകുന്നിടത്തെല്ലാം പരാജയമാണ്, ആമേൻ, എനിക്കെന്താ ഇങ്ങനെ വരുന്നത്, ആമേൻ ഹല്ലേലൂയ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ പുറത്തു വരും, നിങ്ങൾ പുറത്തു വരും. സർവശക്തനായ ദൈവം ആമേൻ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തു വന്നിരിക്കും. ആമേൻ. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ഇത് ഏറ്റെടുക്കുവാൻ പറ്റും? ഇവിടെ നോക്കണം, അസാധ്യമാണ്, ഒരിക്കലും രക്ഷപ്പെടത്തില്ല, ഒരിക്കലും പുറത്തു വരത്തില്ല എന്നുള്ള ചിന്തയിൽ ആമേൻ ആയിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം ആ കല്ലറയുടെ മുന്നിൽ വന്ന് പറയുന്നൊരു പദമുണ്ട്. ആമേൻ ഹല്ലേലൂയ. ലാസറേ, പുറത്തു വരിക. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ നിന്നും എൻ്റെ ദൈവം വിളിച്ചു പറയും. ആമേൻ. അതിൽ നിന്നും പുറത്തു വരിക, അതിൽ നിന്നും നിങ്ങൾ പുറത്തു വരിക, ആ വിഷയത്തിൽ നിന്നും പുറത്തു വരിക. ദൈവം അത്ഭുത വഴികളെ തുറക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ്. അതുമാത്രമല്ല, ആമേൻ ഹല്ലേലൂയ, പന്തിയിൽ ഇരുന്നപ്പോൾ അവിടെ വചനം പറയുന്നു, പന്തിയിൽ അവർ ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ ലാസറും അവിടെ ഉണ്ടായിരുന്നു. ആമേൻ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർ ലാസറിനെ കൂടെ കാണുവാൻ വന്നു. അത്ഭുതം നടന്നോ നടന്നില്ലയോ, ഇനി ലാസർ ജീവനത്തോടെ ഇരിക്കുകയാണോ, അതോ വല്ല മാജിക് ടെക്നിക്കൽ വല്ലതുമാണോ എന്നുള്ള ചിന്തയിൽ ലാസറിനെ കൂടെ കാണുവാൻ വന്നു. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. നിങ്ങളെ കാണാൻ വരുന്നൊരു ദിവസമുണ്ട്. ആൾക്കാർ നിങ്ങളെ തേടി വരുന്നൊരു ദിവസമുണ്ട്. നിങ്ങളെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നൊരു ദിവസമുണ്ട്. നിങ്ങൾക്ക് കയറി പറ്റാത്ത നിലയിൽ ദൈവം നിങ്ങളെ കൊണ്ടുപോയി ആമേൻ അത്ഭുതങ്ങളെ കാണിച്ചിരിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ ഹല്ലേലൂയ, ഒരു കാര്യം ചിന്തിക്കണം. ഈ
ഈ ദൈവം സർവശക്തനാണ്. അവൻ ലോകക്കാർ വിചാരിക്കും അവൻ ഇതോടുകൂടെ തീർന്നു, നാട്ടുകാർ വിചാരിക്കും ഇതോടുകൂടെ നിന്റെ കാര്യത്തിനൊരു തീരുമാനമായി. ഓ ഹല്ലേലൂയ, ഓ നീ ഇങ്ങനെയൊക്കെ പോകത്തോള്. ആമേൻ ഹല്ലേലൂയ. നോ, അങ്ങനെയല്ല. സർവശക്തനായ ദൈവമാ നിങ്ങളെ കണ്ടിരിക്കുന്നത്. സർവശക്തനായ ആമേൻ സകലത്തെയും വിളിച്ചു വരുത്തിയ, ഒറ്റ സെക്കൻഡ് കൊണ്ട് സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവമാ നിന്നെ വിളിച്ചെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ കുഞ്ഞെ, നീ റിജക്റ്റ് ചെയ്തപ്പെട്ടെടുത്ത് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം, നിന്നെ ആമേൻ മാറ്റി നിർത്തിയെടുത്ത് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം, നിന്നെ ശക്തമായി ഉപയോഗിക്കുവാൻ ശക്തനായ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നത് നിങ്ങൾ മറന്നു കളയരുത്. ആമേൻ ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട. ഞാൻ നിന്റെ ദൈവം, നിന്റെ പേരെന്റെ ഉള്ളം കയ്യിൽ എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം, ഒരു നാൾ നിന്നെ തള്ളിക്കളയത്തില്ല എന്ന് പറഞ്ഞ ദൈവം. ഹല്ലേലൂയ. മനുഷ്യർ ഇങ്ങനെയൊക്കെ ചെയ്യൂ, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി. പക്ഷേ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവത്തെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, ഇത് സകലതും അടങ്ങിയിട്ടുള്ളൊരു ദൈവം സർവശക്തനായ നമ്മുടെ തമ്പുരാനാണ്. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട. നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ടെന്നേ, നിങ്ങളെ ദൈവം വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെന്ന്. ആമേൻ ഹല്ലേലൂയ. ഈ താൽക്കാലികമായ ഈ വിഷമങ്ങൾ, ഈ താൽക്കാലികമായ ഭാരങ്ങൾ, ഈ താൽക്കാലികമായ റിജക്റ്റുകൾ, ആമേൻ ഹല്ലേലൂയ, അതൊക്കെ ദൈവത്തിനെടുത്ത് മാറ്റുവാൻ നിഷ്പ്രയാസം മതിയെന്നേ. ദൈവം തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാ. അവന്റെ ബലമുള്ള കരത്തിന് കീഴിൽ താണിരിപ്പാൻ നമ്മൾ തയ്യാറാണോ? ആമേൻ ഹല്ലേലൂയ. ആമേൻ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. നിന്നെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടണ്ട. ആമേൻ ഹല്ലേലൂയ. നിന്നെ ആമേൻ തള്ളിക്കളഞ്ഞെന്നും പറഞ്ഞ് നീ ഭാരപ്പെടണ്ട. ആമേൻ ഹല്ലേലൂയ. നിനക്ക് ആ ജോലി ലഭിച്ചില്ലെന്നും പറഞ്ഞ് നീ ഭാരപ്പെടണ്ട. ആമേൻ ഹല്ലേലൂയ. ശുശ്രൂഷയിൽ നിന്നെ അല്പം നേരത്തേക്ക് മാറ്റി നിർത്തിയെന്നും പറഞ്ഞ് ഭാരപ്പെടണ്ട.